എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ചിത്തിര നക്ഷത്രത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് ചിത്ര നക്ഷത്രം. ചിത്ര നക്ഷത്രത്തെ ചിത്ര എന്ന് വിളിക്കുന്നു. തിളക്കമുള്ളവൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ ചിഹ്നം എന്നുള്ളത് തിളങ്ങുന്ന ഒരു രത്നത്തിൻ്റെ ഇതാണ് ഇതിൻ്റെ ചിഹ്നം. ചിരവ പോലെ കാണപ്പെടുന്ന 6 നക്ഷത്രങ്ങളാണ് ചിത്ര എന്ന് പറയുന്നത്. അതായത് ചിത്തിര എന്ന് പറയുന്നത്. ജനനം ചൊവ്വാദശയിലാണ്. ഈ ചിത്ര നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ചൊവ്വാദശയിലാണ് ജനിക്കുന്നത്. ചിത്ര നക്ഷത്രം 2 രാശികളിലായിട്ടാണ്, അതായത് 2 കൂറുകളിലായിട്ടാണ് അതിൻ്റെ ജന്മ ഇത് വരുന്നത്. ആദ്യത്തെ 1ഉം 2ഉം പാദങ്ങൾ കന്നിക്കൂറിലും വരും. അവസാനത്തെ 3ഉം 4ഉം പാദങ്ങൾ തുലാക്കൂറിലുമാണ് വരുന്നത്. ഇഷ്ടദൈവം ഭദ്രകാളി ദേവിയാണ്. അതിനാൽ ഭദ്രകാളി ദേവിയെ ഭജിക്കുന്നത് നല്ലതാകുന്നു. ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ നല്ലതാകുന്നു. കന്നിക്കൂറുകാർ കൃഷ്ണ ഭഗവാനെയും തുലാക്കൂറുകാർ മഹാലക്ഷ്മിയെയും കൂടി ആരാധിക്കുന്നത് വളരെ നല്ലതാകുന്നു. ദേവത ത്വഷ്ടാവാണ്. ഗണം അസുരഗണം. യോനി സ്ത്രീയോനി, ഭൂതം അഗ്നി, മൃഗം ആൺപുലി, പക്ഷി കാകൻ എന്ന് പറയും. വൃക്ഷം കൂവളം, അക്ഷരം ഇ, മന്ത്രാക്ഷരം ശി, രജ്ജു മധ്യരജ്ജു, വേദം ശിരോവേദം, വേദനക്ഷത്രം മകയിരം അവിട്ടം. ഈ 2 നക്ഷത്രങ്ങളും വേദമാണ്. ജാതി ക്ഷത്രിയൻ, ഗോത്രം ക്രതു, നാഡി മധ്യപാർശ്വനാഡി, അഷ്ടദിക് ദേവത മാഹേശ്വരി, ഈശ്വരൻ എന്ന് പറയുന്നത് മംഗൽ, അതായത് ചൊവ്വയാണ്. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർ ആഡംബര വസ്തുക്കളിൽ പ്രിയരായിരിക്കും. അവർക്ക് ആഡംബര വസ്തുക്കൾ, നല്ല ക്വാളിറ്റിയിലുള്ളതുമായിട്ടുള്ള നല്ല വസ്തുക്കൾ അവർ വാങ്ങിക്കും. സുഗന്ധദ്രവ്യങ്ങളിൽ അവർക്ക് താല്പര്യം ഉണ്ടാവും. അത് ദേഹത്ത് പൂശുന്ന സുഗന്ധദ്രവ്യങ്ങളായിരുന്നാലും വീടിൻ്റെ മുറിക്കുള്ളിൽ ഫ്രഷ് എയറിന് ഉപയോഗിക്കുന്ന ഇതെല്ലാം അവരെ വാഹനത്തിലായിരുന്നാൽ അവരെപ്പോഴും നല്ല സുഗന്ധദ്രവ്യത്തിൻ്റെ വാസന ഇഷ്ടപ്പെടുന്നവരായിരിക്കും. നിറങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ. നല്ല കളർഫുൾ ആയിട്ട് ആണ് ഇവരെ വീടിനകത്തൊക്കെ മനോഹരമായ പെയിൻറ്റിങ്, അവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള പെയിൻറ്റിങ് സംവിധാനങ്ങളും വസ്ത്രത്തിൻ്റെ നിറങ്ങളൊക്കെ അവരങ്ങനെ ആയിരിക്കും ധരിക്കുന്നത്. അണിഞ്ഞൊരുങ്ങി നടക്കാൻ വളരെ താല്പര്യപ്പെടുന്നവരാണ്. ഇവരുടെ സമ്പത്ത് ഇവർ വളരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ദാനം ചെയ്യുകയും ചെയ്യും. ഇവരെല്ലാം എല്ലാ കാര്യങ്ങളും മറച്ചു വയ്ക്കുന്ന സ്വഭാവമാണ്. ഇവരൊന്നും ആരോടും അങ്ങനെ മുഴുവനായിട്ടൊന്നും തുറന്നു പറയില്ല. അവിടെ ഇവിടെയൊക്കെ നിർത്തി പകുതിയെ പറയും. അവിടെ രഹസ്യങ്ങളായിരുന്നാലും മറ്റുള്ള കാര്യങ്ങളായിരുന്നാലും എല്ലാം അവർക്ക് സൂക്ഷിക്കാൻ അറിയാം. വീടും പരിസരവും അവർ വളരെ വൃത്തിയാക്കി സൂക്ഷിക്കും. ജനിച്ചു വളർന്ന വീട് വിട്ട് ദൂരെ ആയിരിക്കും അവർ വസിക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും 40 വയസ്സിന് ശേഷം ഈ സ്വഭാവത്തിൽ ആകമാനം ഒരു മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സമാധാനപ്രിയരായവർ ചില സമയങ്ങളിൽ ദേഷ്യം വന്നാൽ പൗരുഷമായിട്ട് അവർ സംസാരിക്കും. ഭാര്യപുത്രാദികളിൽ നിന്നുള്ള സുഖം ലഭിക്കുന്നവരായിരിക്കും. സന്തുഷ്ടചിത്തനും ധനം ധാന്യം എന്നിവ ധാരാളം ഉള്ളവരായിരിക്കും. ഈശ്വരഭക്തരും ബ്രാഹ്മണാദി സജ്ജനങ്ങളോട് വളരെ ഭക്തിയുള്ളവരുമായിരിക്കും. ചിലപ്പോൾ ഇവർക്ക് ജാതകവശാൽ 2 വിവാഹം കഴിച്ചെന്നും ഇരിക്കും. വിവാഹത്തിന് കാലതാമസം വന്നേക്കാം, അല്ലെങ്കിൽ വിഷമസ്ഥിതികളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ചിത്ര നക്ഷത്രക്കാർക്ക് ചേരുന്ന തൊഴിൽ ഫാഷൻ അവർക്ക് ചേരുന്നതാണ്. ഫാഷൻ ചേരുന്നതാണ്. സൗന്ദര്യ വർദ്ധക വ്യവസായം അതും അവർക്ക് ചേരുന്ന തൊഴിലാണ്. പരസ്യമേഖല, പിന്നെ പരസ്യം, അഡ്വർടൈസ്മെൻറ്റ്, പിന്നെ യന്ത്രങ്ങളുടെ ഉൽപ്പാദനം, പിന്നെ സൈറ്റ് ഡിസൈനിങ്, ആർക്കിടെക്ട്, ആർട്ട് ഡയറക്ടർ, പിന്നെ ആർട്ടിസ്റ്റ്, തിരക്കഥാകൃത്ത്, സ്റ്റണ്ട് ഡയറക്ടർ, ജിമ്മ്, ഫിറ്റ്നസ് പരിശീലകൻ ഒക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന തൊഴിലായിരിക്കും. ഇതിലവർ ശോഭിക്കുകയും ചെയ്യും. ചിത്ര നക്ഷത്രക്കാർക്ക് ധരിക്കാവുന്ന രത്നങ്ങൾ എന്ന് പറയുന്നത് നക്ഷത്രനാഥൻ ചൊവ്വയായതിനാൽ ചൊവ്വയുടെ സ്വാധീനമുള്ള രത്നമായ ചുവന്ന പവിഴം, റെഡ് കോറൽ അവർക്ക് ധരിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഉപരത്നങ്ങളായ കോർണേലിയൻ ബ്ലഡ് സ്റ്റോൺ എന്ന ഉപരത്നവും ഇവർക്ക് ധരിക്കാവുന്നതാണ്. ഏത് ദശയാണോ നടക്കുന്നത് ആ ദശാനാഥൻ്റെ സ്വാധീനമുള്ള രത്നവും ഇവർക്ക് ധരിക്കാവുന്നതാണ്. ചുവന്ന പവിഴത്തിൻ്റെ നിറം ചുവപ്പാണ്. ഈ രത്നത്തിൻ്റെ നിറം ചുവപ്പ് നിറമാണ്. മിനിമം 3 കാരറ്റിൽ കുറയാതെയുള്ള ചെമ്പവിഴ രത്നം ഒരു മോതിരത്തിൽ ഘടിപ്പിച്ച് പൂജാദികൾ ചെയ്ത് ശുദ്ധി വരുത്തി ചൊവ്വാഴ്ച ദിവസം സൂര്യോദയം കഴിഞ്ഞ് 1 മണിക്കൂർ മുമ്പുള്ള ചൊവ്വയുടെ ഹോരയിൽ മോതിരവിരലിൽ ധരിച്ചു തുടങ്ങാം. രത്നം ധരിക്കുന്നതിന് മുമ്പ് ഒരു ജ്യോതിഷൻ്റെ ഉപദേശം തേടുന്നത് വളരെ നല്ലതായിരിക്കും. ചിത്ര നക്ഷത്രക്കാർക്കുള്ള ഭാഗ്യവർണ്ണങ്ങൾ പറയാം. കന്നിക്കൂറിൽ ജനിച്ചവർക്ക് പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങളും, തുലാക്കൂറിൽ ജനിച്ചവർക്ക് വെള്ള നിറമോ അല്ലെങ്കിൽ വെള്ളി എന്ന ലോഹത്തിൻ്റെ നിറമുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാം. ഇൻ്റർവ്യൂവിനോ അതുപോലെ പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഈ നിറങ്ങൾ അവർക്ക് ഭാഗ്യം നൽകുന്നു. ഇനി രുദ്രാക്ഷത്തിനെക്കുറിച്ചാണ്. ഇപ്പോൾ ഏത് ദശയാണ് നടക്കുന്നത് ആ ദശാനാഥൻ്റെ സ്വാധീനമുള്ള രുദ്രാക്ഷം
ആ മുഖമുള്ള രുദ്രാക്ഷം ധരിക്കാം. അതല്ലെങ്കിൽ 5 മുഖമുള്ള രുദ്രാക്ഷം എല്ലാവർക്കും ധരിക്കാം. അത് ഒരു കുരു വീതം കഴുത്തിൽ കെട്ടുന്നതിനും കുഴപ്പമില്ല. വെള്ളിയിലോ നൂലിലോ സ്വർണ്ണത്തിലാക്കി മാലയായിട്ട് കോർക്കുന്നതിനും പ്രശ്നങ്ങളൊന്നുമില്ല. 108 കുരു വേണമെന്നാണുള്ളത്. സൂര്യദശയാണെങ്കിൽ 1 മുഖം, ചന്ദ്രദശയാണെങ്കിൽ 2 മുഖം, കുജദശ 3 മുഖം, ബുധദശ 4 മുഖം, ഗുരുദശ 5 മുഖം, ശുക്രദശ 6 മുഖം, ശനിദശ 7 മുഖം, രാഹുദശ 8 മുഖം, കേതുദശ നടക്കണമെങ്കിൽ 9 മുഖമുള്ള രുദ്രാക്ഷം ധരിക്കാം. എല്ലാ ഗ്രഹത്തിൻ്റെയും സ്വാധീനം ലഭിക്കുവാൻ 10 മുഖമുള്ള രുദ്രാക്ഷം ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. 11 മുഖമുള്ള രുദ്രാക്ഷം ധരിക്കുന്നത് പ്രത്യേക കാര്യസാധ്യത്തിനാണ്. പിന്നെ ഗൗരി, ശങ്കരൻ, ഗർഭജ്യോതി, ത്രിജ്യോതി എന്നീ അതിവിശിഷ്ട രുദ്രാക്ഷങ്ങളുണ്ട്. അത് നമ്മൾ വളരെയധികം വിശിഷ്ടമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ശിവഭഗവാന്റെ കൺപീലിയിലെ വേർപ്പ് തുള്ളികൾ ഭൂമിയിൽ വീണാണ് രുദ്രാക്ഷ സസ്യങ്ങൾ മുളച്ചത്. ഈ സസ്യത്തിൻ്റെ കുരുവാണ് രുദ്രാക്ഷം എന്ന് പറയുന്നത്. രുദ്രാക്ഷം ധരിക്കുന്നവർ ശിവഭക്തരാകണം. അവർ വിഭൂതി അണിയത് ഭസ്മം ധരിക്കണം. ഇവർ മരിച്ചു കഴിഞ്ഞാൽ ശിവലോകത്തേക്ക് പോകും എന്നാണ് പറയുന്നത്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതും പൂജാപരമായതും രത്നധാരണം, രുദ്രാക്ഷധാരണത്തിനുള്ള സംശയങ്ങൾക്ക് എന്നെ വാട്സപ്പിലോ അല്ലെങ്കിൽ ഫോണിലോ വിളിക്കുക. എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.